Colossians chapter 1. Colossians chapter 1. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. 24 മുതൽ 29 വരെ verses 24 through 29. വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിൽ ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വായിക്കാമോ? Now I rejoice in my sufferings for your sake, and in my flesh I do my share on behalf of his body, which is the church, in filling up what is lacking in Christ's afflictions. Of this church I was made a minister according to the stewardship from God bestowed on me for your benefit, so that I might fully carry out the preaching of the word of God, that is, the mystery which has been hidden from the past ages and generations, but has now been manifested to his saints, to whom God willed to make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. We proclaim him, admonishing every man and teaching every man with all wisdom, so that we may present every man complete in Christ. For this purpose also I labor, striving according to his power, which mightily works within me. വളരെ പ്രാധാന്യതയുള്ള ചില വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. I read a few important verses. പ്രിസണിൽ കിടന്നുകൊണ്ട് അപ്പോസ്തോലൻ കൊലോസിയിലുള്ള ദൈവമക്കൾക്ക് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നു. Paul was writing this epistle during his imprisonment in Rome, and he was writing this epistle to the saints in Colossians. അവിടുത്തെ ദൈവസഭയെ എങ്ങനെയാണ് താൻ പരിപാലിച്ചതെന്നും ആ സഭ എങ്ങനെയാണ് വളരേണ്ടതെന്നുമാണ് ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. How he took care of that Colossian church and how that church needs to grow. That is, those instructions are contained in this book. താൻ പരിപാലിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്താൽ അവിടെ ആക്കപ്പെട്ടൊരു ശുശ്രൂഷകനുണ്ടായിരുന്നു, എപ്പഫ്രാസ്. ആ വ്യക്തിയാണ് ആ സഭയുടെ പാസ്റ്റർ. അദ്ദേഹത്തിലൂടെ ദൈവം എങ്ങനെയാണോ ആ സഭയെ പരിപാലിച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. I meant that the church was created or originated by a man of God named Epaphras, and how God has taken care of that Colossian church. That's what Paul was mentioning here. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിനകത്ത് ഒരാളെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസ് എന്നൊരു പേര് അവിടെ ഉണ്ട്. We can see chapter 1 verse 7, our beloved fellow bond servant Epaphras. ആ വ്യക്തിയാണ് ഈ ലോക്കൽ സഭയുടെ ഫൗണ്ടർ, അല്ലെങ്കിൽ ആ ദേശത്ത് ഒരു ലോക്കൽ സഭയെ ആരംഭിക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് എപ്പഫ്രാസ്. In that local area, Epaphras was used by God to start a church. നോക്കൂ, അങ്ങനെ ആ സഭ വളർന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് ആ സഭ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പോള് എങ്ങനെയാണ് ഒരുവൻ ശുശ്രൂഷിക്കേണ്ടതെന്നും എന്താണ് ശുശ്രൂഷയെന്നും ആ സഭയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്നും ഈ വാക്യത്തിനകത്തൂടെ പറയുകയാണ്. Through these verses, Paul was reminding them how to serve God and how to maintain a church. He was preaching
he was giving an instruction for the church through this verse. 28-ാമത്തെ വാക്യം കണ്ടോ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. അവിടെ വളരെ മനോഹരമായി എടുത്തു പറഞ്ഞ ചില പദങ്ങളുണ്ട്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കേണ്ടതിന്, ഏത് മനുഷ്യനോടും ഏത് മനുഷ്യനോടും എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത്, അതായത് സഭയിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ആ വാക്കുകളോടെ പറഞ്ഞേക്കുന്നത്. He was very clearly reminding them, every man. He was giving this instruction to not only one person but to every man in that church, because we can see that repeatedly used that phrase every man in verse 28. എന്താണ് എല്ലാ ആളുകളെ പറ്റിയുള്ള ദൈവേഷ്ടം എന്ന് 28-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. What is the purpose or the will of God to every man? We can see that in chapter 1 verse 28. ആ 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും ആ ഇഷ്ടത്തിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നും ആ വാക്യത്തിനകത്തുണ്ട്. We can see here what is the will of God or what is the desire of God and how we can enter into that purpose of God. ആ ദൈവഹിതം നിറവേറാനായിട്ട് അപ്പോസ്തലൻ ചെയ്യുന്ന നാം എല്ലാവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 29-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. In order to enter into the purpose of God, what we all need to do, that is very clearly mentioned in verse 29. നിങ്ങൾ കണ്ട വാക്യം, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ ശക്തിയോടെ ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് വായിക്കുന്നത്. We can see there, I labor, striving according to his power which mightily works within me. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരാത്മീയ പോരാട്ടം നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചുണ്ട്. We all have a spiritual labor in our spiritual warfare, life, and there is a spiritual warfare for each one of us. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒഴിവില്ല, നമുക്കെല്ലാം ഒരു പോരാട്ടമുണ്ട്. അത് നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം കർത്താവിനെ പോലെ ആകാനായിട്ട് ഒരു പോരാട്ടവും ഒരു സ്ട്രൈവിങ്ങും ഒരു ലേബറും നമുക്കുണ്ടെന്നാണ് 28-ഉം 29-ഉം വാക്യം പറയുന്നത്. Verses 28 and 29 states that we all in the Christendom have to face a warfare, and how we can face that warfare or how we can labor against that warfare, it is clearly represented in chapter 1 verses 28 and 29. 24-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വന്നാൽ പോൾ എങ്ങനെയാണ് ശുശ്രൂഷകനായത്, ആ ശുശ്രൂഷകന്റെ ജോലി എന്താണ്, അതെങ്ങനെയാണ് താൻ അവിടെ നിവർത്തിച്ചത്, അതിൻ്റെ ഫലം എന്താണ് എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ആ 4-5 വാക്യത്തിനകത്ത് പാക്ഡ് ആണ്. We can see verses 24 onwards how Paul became a minister, how he ministered to churches, how he initiated churches, and we can see very clear description throughout these verses. 25-ാമത്തെ വാക്യത്തിനകത്ത് വളരെ മനോഹരമായൊരു കാര്യം കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം എന്നാണ് വായിക്കുന്നത്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം, അല്ലെ ഇംഗ്ലീഷ് വളരെ മനോഹരമാണ്. ഐ വാസ് മെയ്ഡ് എ മിനിസ്റ്റർ എന്നാണ് വായിക്കുന്നത്. Amen. We can see that a clear sentence he was mentioned that the work of God was made because I was made a minister according to the stewardship. ഒന്നാമത്തെ കാര്യം ഞാൻ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകാം. The ministry, the source of the ministry is God എന്നാണ് പോൾ പറയുന്നത്. The source of the ministry is God. Amen. First point Paul was mentioning that the source of a ministry is from God. ഇനി എന്നെ നന്നായിട്ട് കേൾക്കണം. Amen. ദൈവസഭയിൽ ആ സഭയിലെ ശുശ്രൂഷകന്മാരാണെങ്കിലും ആ സഭയിൽ ഓരോ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട കാര്യം, ദൈവമാണ് നമ്മളെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചത്. We all need to be mindful that whatever the services we are doing inside a church, the source is always from God. നിങ്ങൾ ആ പദം മറക്കരുത്. I was made a minister. We never forget that sentence he used here. He was specifically mentioned as I was made a minister. ഇനിയും പാട്ട് പാടാൻ വരുന്നവരാണേലും പ്രസംഗിക്കാൻ വരുന്നവരാണേലും സഭയുടെ ഏത് ഭൗതിക കാര്യം നോക്കാൻ ഇതിൻ്റെ അകത്ത് ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടവരാണേലും ഓർത്തോണം, ദൈവമാണ് ആ ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവന്നത്.
Whatever services we are partaking inside a church, always be remindful that God is the one who made you to do that, or He is the source of that ministry. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിലോ? Amen. We need to think in that area. If I am not faithful, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഞാൻ വിശ്വസ്തനല്ലെങ്കിൽ ദൈവത്തിന് വേറൊരാളെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. if I am not faithful to whatever services I am entitled to, then God is able to raise another person for that service. ഇസ്രയേൽ ഫെയിലായപ്പം ദൈവം ജാതികളെ എഴുന്നേൽപ്പിച്ചു. ശരിയാണോ? When Israel failed, Gentiles were risen. ശൗല് ഫെയിലായപ്പം Amen. ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. When Saul failed, a David came. മത്തിയാസ് ഫെയിലായപ്പോ യൂദാ ഫെയിലായപ്പം മത്തിയാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. When Judas Iscariot failed, another Matthias stood up. ഇസ്രയേൽ അവരുടെ ആ പർപ്പസ് മറന്നപ്പം ജാതികളിൽ നിന്ന് ദൈവം ഒരു കൂട്ടത്തെ വിളിച്ചു വരുത്തി. അതിന്റെ പേരാണ് ലോക്കൽ സഭ. ദൈവമാണ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ഓർത്തോണം എല്ലാവരും. When Israel failed, when Israel failed, Jews failed, Gentiles were raised up. That is how a church came into the picture. So always be remindful. Whatever the services you are entitled to, be faithful. നമ്മളൊക്കെ ചിന്തിക്കുക ഞാൻ ഇവിടുന്ന് അങ്ങ് പോയാൽ സഭ അങ്ങ് പോകും. അത് വെറും തെറ്റായ ധാരണയാണ്. Always be remindful that if we are not here, church will be gone away. Do not think in that way. ചിന്തയേ ഇല്ല. യൂദായെ മത്തിയാസിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെങ്കിൽ, ഇസ്രയേലിനെ സഭയെ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെങ്കിൽ, ദാവീദിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെങ്കിൽ, ഞാൻ ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ദൈവത്തിന് മറ്റൊരാളെ എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയും. Amen. Always be remindful. Whatever services we are doing, be faithful in little things. Otherwise, God is able to do His work. പക്ഷെ എപ്പോഴും ഓർത്തോണ്ട് ഇവിടെ നിൽക്കുമ്പം എന്റെ കഴിവ് കൊണ്ടല്ല, God was made a minister. Always be remindful. It is not based on our merits, but God was made a minister. Praise Lord. Hallelujah. എനിക്ക് ആ വാക്യം തന്നെ അനവധി സമയം പറയാനായിട്ടുള്ള കാര്യം എനിക്ക് ആ വാക്യത്തിൽ നിന്ന് അറിയാം. പക്ഷെ ദൈവസഭ മനസ്സിലാക്കേണ്ടത്, ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, പാടാനാക്കുന്നിടത്തും പ്രബോധിപ്പിക്കാനാക്കുന്നിടത്തും പ്രസംഗിക്കാനാക്കുന്നിടത്തും ദൈവം ഏൽപ്പിക്കുന്ന ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഓർത്തോണം, ദൈവമാണ് എന്നെ ആ ശുശ്രൂഷയ്ക്ക് അവിടെ ആക്കിയിരിക്കുന്നത്. So always be remindful, even though it's a little service, always be faithful in little so that God will appoint you for more. ഈ 2 Corinthians Amen. chapter 4 verse 1 ഒരു വാക്യമുണ്ട്. Hallelujah. ഇങ്ങനെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഒരു പദം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. വാക്യം കണ്ടോ? അല്ലാതെ എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ടല്ല, എൻ്റെ എബിലിറ്റി കൊണ്ടല്ല, എൻ്റെ ഗിഫ്റ്റഡ്നെസ് കൊണ്ടല്ല, എൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടല്ല, എൻ്റെ ടാലൻ്റ് കൊണ്ടല്ല. ഓരോ ശുശ്രൂഷ ചെയ്യുന്നവർ ഓർത്തോണം, അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. Amen. We always be remindful that whatever we are doing as a service, it is not based on your ability. It is not based on your merit. It is not based on your gift. But we can see very clearly in 2 Corinthians chapter 4, since we have this ministry as we received mercy. കർത്താവിന് കരുണ തോന്നുന്ന ആരോടാണെന്നറിയാമോ? ആവർത്തി ജെരമ്യായിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനോട് എനിക്ക് കരുണ തോന്നുമെന്നാണ് തിരുവെഴുത്ത്. We can see several areas God represented a verse. Whom God shall show mercy, those who are contrite in heart and those who are being afraid of God, He will show mercy to them. ഇന്ന് പകൽ വിശദമാക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ദൈവവചനത്തിന് മുമ്പാകെ ഒരു ഭയവും ഒരു വിറയലും ഈ കൊണ്ട് നടക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് സത്യമായിട്ടും നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? Let me ask you very honestly,
whatever you are carrying, this word, do you believe that it is a living word and it is sharper than a double-edged sword? Do you believe that that's true? ഈ തിരുവെഴുത്ത് എല്ലാവരും ഒന്ന് കയ്യിലോട്ടൊന്ന് പിടിച്ചേ. Let us all carry or hold this word of God in your hand. വഞ്ചന കൂടാതെ പറയാൻ പറ്റും 66 ബുക്കും ദൈവം എഴുതി നമുക്ക് നൽകിയതാണ്. Are we able to say all these 66 books are written by the hand of God? ലോകത്തിലെ സകല മനുഷ്യനോടും കർത്താവിന് ചില കാര്യം പറയാനുണ്ടായിരുന്നു. താനൊരു ബുക്ക് എഴുതി നമ്മുടെ തന്നേക്കുവാണ്. God wants to tell everyone on this world, and God provided us by writing that word and giving to each one of our hands. ആരെല്ലാം ഇതിനെതിരായാലും തിരുവെഴുത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണം, കർത്താവിന് എന്നോട് പറയാനുള്ളതാണിത്, ഞാനിത് അനുസരിക്കാനുള്ളതാണ്, ദൈവം എന്നോട് കരുണ കാണിച്ചതിൻ്റെ ചരിത്രമാണിത്, ഞാനത് ഓർത്ത് എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ലോക്കൽ സഭയായി നമ്മൾ തീരണം. എല്ലാവരും തീരണം. Hallelujah. We all need to be broken, and we all need to be afraid in front of the word of God, and we need to hold fast tightly all the scriptures in this book. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. I personally believe one thing. എനിക്ക് ഇങ്ങനെ പറയാം, എനിക്കൊരു സംശയമില്ല, ഇതിനകത്തെ എല്ലാ വാക്കുകളും ദൈവശ്വാസിയാണ്. I do not have any doubt that all of the scripture is God breathed. ആ സീരിയസ്നെസ് ഉണ്ടെങ്കിൽ ഈ തിരുവെഴുത്ത് വായിക്കാനും ധ്യാനിക്കാനും അത് ഹൃദയത്തിലാക്കാനും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനും നമ്മൾ എത്ര ഊർജ്ജസ്വലതയുള്ളവരാകും. ശരിയാണോ? If we truly believe that this is God breathed word of God, then how much seriousness we all show to read, to cherish, to meditate upon it. എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുമെന്ന വാക്യം അതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയാൽ ഈ തിരുവെഴുത്തിൻ്റെ മുമ്പാകെ നമ്മൾ അതീവ ഗൗരവമുള്ളവരായിരിക്കും. If we write all these scripture in the tablet of our heart, we will be afraid whenever we approach the throne of grace. Praise the Lord. Hallelujah. അകത്ത് രൂപാന്തരം വരാത്തവർക്ക് ദൈവവചനത്തെ പറ്റി യാതൊരു ഗൗരവം ഉണ്ടാകില്ല. Those who are not truly born again inside, they do not have any care about the word of God. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്യം എന്താ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം എന്താന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. Our Lord Jesus mentioned that my sheep will hear the voice of the shepherd, and if you are not listening to the word of God, you are not under the shepherdhood of Jesus. അത് വളരെ സീരിയസ് അല്ലേ വാക്യം? എനിക്ക് അവന്റെ വചനം കേൾക്കണ്ട എങ്കിൽ, അതിനോട് എനിക്ക് താല്പര്യമില്ല എങ്കിൽ, ഞാൻ അവൻ പറയുന്ന വഴിയിലൂടെ പോകാൻ എൻ്റെ ഹൃദയത്തിന് താല്പര്യമില്ല എങ്കിൽ ഞാൻ അവന്റെ കൂട്ടത്തിലെ ആടല്ല. If we are not interested to listen or to read the word of God, then we do not belong to that pen of that shepherd. Praise the Lord. Hallelujah. നെഹമ്യാവിന്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ജനം കരയാനായിട്ട് തുടങ്ങിയെന്നാ വായിക്കുന്നത്. അങ്ങനെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ മാസമാണ്. വേദപുസ്തകത്തിന് മുമ്പാകെ, ദൈവാലോചനയുടെ മുമ്പാകെ മുട്ടുമടക്കുന്നവരെ, വിറയ്ക്കുന്നവരെ കടാക്ഷിക്കുന്ന ദൈവം എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. We all need to be broken-hearted or contrite in our spirit whenever we approach the word of God, and that person will be blessed. Praise God. Hallelujah. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വാക്കുകൾ നിർത്താം. എനിക്ക് ചില അനൗൺസ്മെന്റിന് ശേഷം പറയാനായിട്ടുണ്ട്. Hallelujah. രണ്ടാമത്തെ കാര്യം, The second point. സോഴ്സ് എപ്പോഴും ഓർത്തോണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ചെറിയ കാര്യം ചെയ്യുന്നവർ മുതൽ ഈ സഭയിലെ ലീഡ് ഉപദേശി വരെ സോഴ്സ് ദൈവമാണ്. കരുണ ലഭിച്ചിട്ട് എന്നെ തൽക്കാലത്തേക്ക് കർത്താവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. So always be remindful that by His grace only we are being ministering in several areas. So be faithful in little things, and all the ministries source is from God. അങ്ങനെ സോഴ്സ് കർത്താവിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? 24ാമത്തെ വാക്യം കണ്ട, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ സന്തോഷിച്ച്. അന്നേരം വിളി ഉയരത്തി നാണേലും എന്തോ ഉണ്ട്? കഷ്ടമുണ്ട്. ആ കഷ്ടത്തിന്റെ നടുവിൽ ഒന്ന് സോഴ്സ് ഗോഡ് ആണെങ്കിൽ, ദ സ്പിരിറ്റ് ഓഫ് ദ മിനിസ്ട്രി ഈസ് ജോയ്.
If source is from God, then the spirit of that ministry will be joyful. ഇനിയും കേട്ടോണം, കർത്താവ് ഏതേലും കാര്യത്തിന് നമ്മളെ ഏൽപ്പിച്ച് നമ്മളത് സത്യസന്ധതയോടെ ചെയ്യുമ്പം അതിനകത്ത് ട്രബിള് വന്നാൽ Hallelujah. ഒരു പരിഭവം പറയാൻ അനുവാദമില്ല, സന്തോഷിച്ച് കൊണ്ട്. Hallelujah. So whenever we are assigned by God to do any ministry, if there are sufferings raise up, we need to rejoice. എല്ലാവരും കേട്ടോ, Hallelujah. വളരെ പ്രാക്ടിക്കലാ. സ്തോത്രം. കർത്താവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു, പക്ഷെ സഭക്കാർക്ക് ആർക്കും ഇഷ്ടമില്ല. അന്നേ പിന്നെ പരിപാടി നിർത്തി പോയേക്കാം. നോ, ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ ആ പാക്കേജിനകത്ത് ഈ കഷ്ടം ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിക്കായിരുന്നു. ഞാൻ പലപ്പോഴും ഞാനത് ഫേസ്ബുക്കിനകത്ത് കുറിക്കുകയും ചെയ്തു. ഈ ഇടയ്ക്കൊക്കെ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇച്ചിരി ബേൺ ഔട്ടാണ്, അതുകൊണ്ട് ഒരാഴ്ച അവധി എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. Last week I was reading a book and I shared with the secretary that I am a little burnout, so I need to take some break. അല്ലല്ല, ഈ ബുക്ക് വായിച്ചപ്പോഴല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. I usually used to mention that word that I am being burned out, so I need to take a break. നമ്മളൊക്കെ ഇടയ്ക്ക് അങ്ങനെ പറയല്ലേ? We also tend to say that word. We are getting burned out, so I need a break. ഞാനൊരു ബിബ്ലിക്കൽ കമന്ററി വായിക്കുമായിരുന്നു. I was reading a biblical commentary last week. അതിനകത്ത് ആ ഭക്തൻ എഴുതി വെച്ചേക്കാണ്, ഹൈ എക്സ്പെക്ടേഷൻ ആണ് ബേൺ ഔട്ടിന് കാരണം. Amen. That man of God wrote in this way: high expectation made us to be burned out. എന്നിട്ട് അദ്ദേഹം പറയാം, കരുണ ലഭിച്ചിട്ട് കിട്ടിയ ശുശ്രൂഷയിൽ നീ എന്ത് ഹൈ എക്സ്പെക്ടേഷൻ ചെയ്യാനാണ്? If a service is given by mercy, how you can set a high expectation? കൃപയാൽ ജീവിക്കുന്ന നമുക്ക് എന്ത് എക്സ്പെക്ടേഷൻ? ശരിയാണോ? By grace, if we are living through, what expectation can we set for? അത് സത്യമായിട്ട് എന്നെ ഹീൽ ചെയ്തെന്നുള്ളതാണ്. Hallelujah. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, നമ്മൾ ഒത്തിരി അധ്വാനിച്ചിട്ടും ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല, നമ്മളോട് വർക്ക് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവാണ് ആ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ബേൺ ഔട്ട് ആകേണ്ട കാര്യമില്ല. So never ever think that you are being burned out, because it is all given by mercy and grace. So it is expectation. We cannot set forward some certain high expectation because it is a given grace from God. ഒരു വാക്യം കൂടെ വായിച്ചു പോകാം. 2 Corinthians 6 അപ്പോസ്തലൻ പറയുന്ന വളരെ ശക്തിയേറിയ 2 വാക്യങ്ങളുണ്ട്. 6:8 വാക്യം, 2 Corinthians chapter 6 verse 8 and 11, വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്യമാണ്. Hallelujah. 2 Corinthians chapter 6 verses 8 and 11. നിങ്ങൾ കണ്ടോണേ, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും എന്താണെന്നറിയാവോ? സംഭവിക്കുന്ന മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യമാണേലും ഉള്ളിൻ്റെ ഉള്ളിൽ സത്യവാന്മാർ. മനസ്സിലാവുന്നോ? ഇനി അതിൻ്റെ 11 വാക്യം താഴോട്ട് വായിച്ചാൽ മതി. ആ വാക്യത്തിൽ തന്നെയുണ്ട്, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. അടുത്തത്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അതായത് ഒരു സൈഡിലെ അധ്വാനത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും മറു സൈഡിൽ ദൈവം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. Amen. Here the man of God was evaluating his ministry, and one side he was working really hard and spending a lot of time, but on the other side he was not seeing any result of his hard work, but still he is encouraging us. കണ്ടോ, സന്തോഷിച്ചുകൊണ്ട്. Amen. We can see with rejoice. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? കർത്താവേ, ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, ഞങ്ങൾ വീണ് കിടക്കുകയാണ്, തകർന്നു കിടക്കുകയാണ്, ഞങ്ങൾ ദുഃഖിതരാണ്, പക്ഷേ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന, അനേകരെ സന്തോഷിപ്പിക്കുന്ന, അനേകർക്ക് ആനന്ദം കൊടുക്കുന്ന, അനേകർക്ക് മാതൃക കാണിക്കുന്ന അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ആത്മാവിൻ്റെ നിറവ് എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. Amen. In order to live on this earth successfully and joyfully, we need to always rejoice in our sufferings, and we need to pray that God, please help me to be withstanding in all times.
ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒത്തിരി വേദോസം ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ വന്ന പല കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, കർത്താവേ, ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഞാൻ മനഃപൂർവ്വമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ഓളമൊക്കെ ആയി പോയാൽ പോരെ എന്നിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമാണ്, കർത്താവേ, പല ആൾക്കാരും ഇത് കേൾക്കുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ജെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം എൻ്റെ വായനയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാക്യം ജെരമ്യാവിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. താൻ പ്രസംഗിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. അതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. താൻ പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യനും കേൾക്കുന്നില്ല. പക്ഷെ 15-ന്റെ 16 എങ്ങനെയാന്ന് നോക്കി. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് ആ വചനം ആനന്ദമാണ്, എനിക്ക് ആ വചനം സന്തോഷമാണ്. വാക്യം കണ്ടോ, താൻ പ്രസംഗിച്ചിട്ട് ആരും കേൾക്കുന്നില്ല, ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്യുന്നില്ല, തൻ്റെ കൂടെ നിൽക്കാൻ ഒരുവൻ പോലും ഇല്ല, തന്നെ കുഴി കൊണ്ടിട്ടേക്കുക. പക്ഷെ ജെരമ്യാ പറയുക, നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷമാണ്, നിന്റെ വചനം എനിക്ക് ആനന്ദമാണ്. ഇങ്ങനെ ആയിരിക്കണം ലോക്കൽ സഭയിലെ ഓരോ ദൈവമക്കളും. We can see here another example. Jeremiah, the prophet, he was preaching, but he was put in a dungeon because no one was listening to him. At that time, he was crying and he was praying. He was saying that your words were found and I ate them, and your words became for me a joy and the delight of my heart. That should be all of our prayers. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ നോട്ടിൽ കുറിച്ചൊരു വാചകം ഞാൻ നിങ്ങളോട് പറയാം. ദൈവവചന ശുശ്രൂഷ കേൾവിക്കാർക്ക് താല്പര്യമില്ലെങ്കിലും അതെനിക്ക് താല്പര്യമായിരിക്കണം, അതെനിക്ക് സന്തോഷമായിരിക്കണം, അതെനിക്ക് ആനന്ദമായിരിക്കണം. എന്താണ് ആ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. Amen. Hallelujah. So always be remindful, though none listen to me my preaching, still I need to be remindful whether I am finding delight and joy in reading the word or meditating the word. The joy, അതാണ് the spirit of the ministry is the joy. Amen. Hallelujah. So the second point is the spirit of the ministry is joyful. മൂന്നാമത്തേത് സഫറിംഗ് ഓഫ് ദ മിനിസ്ട്രി ആണ്. അവിടെ എഴുതിയേക്കുന്ന പദം കണ്ടോ? Amen. സ്തോത്രം. The third point is the suffering of the ministry. നിങ്ങൾ കൊലോസ്യലേഖനം 1-ന്റെ 24-ാമത്തെ വാക്യത്തിനകത്ത് അതേ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം. Amen. അല്ലേ? The suffering of the ministry. Amen. We can see in verse 24, Paul was mentioning that I rejoice in my sufferings for your sake. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് അല്പം കൂടെ ഗൗരവം ശ്രദ്ധിച്ചേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? No. We can see here. എന്താ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നോണ്ട് പറഞ്ഞേ? It is finished. ഒരു കുറവുമില്ല. It is 100% perfect atonement, right? Amen. പിന്നെന്താ ഇവിടെ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം? We can see on that cross Jesus mentioned it is finished. He did it everything incomplete. But here we can see I do my share on behalf of his body. What is the meaning of it? എന്താ അവന്റെ കഷ്ടങ്ങളിൽ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? I am feeling the sufferings and അവന്റെ ക്രൂശ് മരണത്തെ ആ രക്ഷാപദ്ധതിയിൽ എന്തെങ്കിലും ഞാൻ പൂരിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് അവിടുത്തെ പദം കണ്ടോ, സഭയ്ക്കു വേണ്ടി. It is not filling up anything to do salvation, but it is doing the suffering for the body, his body, for the sake of the church, for his body, which is the church. മനസ്സിലായോ അതിന്റെ അർത്ഥം? Amen. എന്ന് പറഞ്ഞാലേ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരപമാനമെങ്കിലും സഹിക്കുന്നവൻ ഇവിടെ ഇരുന്നോണ്ട് ഓർത്തോണം. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ, ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി അധ്വാനം സഹിക്കുന്നവർ, അതിനെ നിന്നയേക്കുന്നവർ, അവന്റെ മരണത്തിൽ കുറവായുള്ളത് പൂരിപ്പിക്കുന്നവരുടെ ഗണത്തിലാണ് എന്നാണ് പോൾ പറഞ്ഞത്. മനസ്സിലാവുന്നോ? If we suffer in order to grow a church, then we are filling up that
in our body, the Christ's afflictions in our body. സിമ്പിളായിട്ട് ചോദിക്കാം, Hallelujah. അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും പൂരിപ്പിക്കാൻ ദൈവം അവസരം ഉണ്ടാക്കിയിട്ടുണ്ടോ? Did we get any chance to fill any of the afflictions which we are going to suffer? Any of the affliction for the sake of Christ. For the sake- സഭയുടെ ഒന്നുകൂടെ പറയാം, ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, Amen. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, Amen. സ്തോത്രം. അല്പകണം പർട്ടിക്കുലറായിട്ട് പറയാം, ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്ത് പൂരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? Are we able to suffer any persecution or any trials or sufferings for the growth of a church, especially for a local church? മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയാം, അത് അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കാൻ ദൈവം എനിക്ക് നൽകിയേക്കുന്നൊരു അവസരമാണ്. So, ഒരു ട്രാക്ട് കൊടുക്കുമ്പം നിന്ന വരുന്നത്, ഞാൻ ഗോസ്പൽ നിമിത്തം ഉപദ്രവം സഹിച്ചിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഞാൻ 6 വർഷം മുമ്പ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പട്ടണത്തിൽ കൂടെ എനിക്ക് പ്രസംഗിക്കാൻ അറിയാതിരുന്ന കാലം മുതൽ ഞാൻ മൈക്കിനകത്തൂടെ വാക്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് മൈലുകൾ നടന്നിട്ടുണ്ട്. എനിക്കൊന്നും പറയാൻ അറിയാമല്ലോ. പക്ഷേ ഒരു ബുക്കിലെറ്റും പിടിച്ചുകൊണ്ട് ചിക്കാഗോയിലുള്ള ഞാനും എൻ്റെ ഒരു ഫ്രണ്ടൂടെയും ഞങ്ങളുടെ പഞ്ചായത്ത് മുഴുവൻ വാക്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, I am able to say it very boldly because I got that privilege to carry the sufferings of Jesus Christ by spreading some ministry and also carrying out certain tracts. അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നമ്മുടെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ ഒരവസരമെങ്കിലും, അത് നിന്നയാകട്ടെ, വേദനയാകട്ടെ, തഴയപ്പെടലാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, മനോവേദനയാകട്ടെ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതെന്തിനു വേണ്ടിയാണ് സഹിക്കുന്നതെന്നറിയാമോ? അവൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ബേൺ ഔട്ട് ആകേണ്ട കാര്യമില്ല. അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഇനിയും പൂരിപ്പിക്കാൻ ഭാഗ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. Amen. So if we are suffering by doing good, then we need to be joyful because we are becoming partakers of his suffering and we are receiving a golden opportunity to carry out his purpose. The source is from God. Amen. The spirit is joy. The suffering is vigorous. Right? Amen. Amen. Source is from God and the spirit of the ministry is joyful and suffering of the ministry is vigorous. 8 കാര്യം പറയണം, 3 കാര്യം ആയതുള്ളൂ. അവസാനത്തെ 2 എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും. അപ്പം ഞാൻ എന്നാ ചെയ്യും? സ്തോത്രം. ഈ തിരുവെഴുത്ത് ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം കേട്ടോ. We need to write down all the scripture in the tablet of our heart. നമ്മൾ വിശ്വസ്തരായി കർത്താവിനെ സേവിച്ചിട്ടും ദൈവരാജ്യ നിമിത്തം പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കാൻ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നതാണ്. അതെല്ലാവർക്കും ഇല്ല. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞത്, ഇനിയും ഞാനത് സന്തോഷത്തോടെ സഹിക്കും. All are not called to suffer, but if you, though they are working truly and faithfully for the kingdom's expansion, still if they suffer, that's a golden opportunity for each one of them to fill up what is lacking in Christ's afflictions. ഒരു ഭക്തൻ ഈ വാക്യം വ്യാഖ്യാനിച്ച് ഇങ്ങനെ, I take the blows for him Amen. who took all the blows for me. Amen. Hallelujah. സ്തോത്രം. എത്ര മനോഹരമല്ലേ, എത്ര ആശയമല്ലേ, എത്ര ആഴമല്ലേ ആ പദം. അവൻ എനിക്ക് വേണ്ടി സകല വേദനയും സകല അടിയും ക്രൂശിൽ കൊണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ സഹിക്കുന്ന എല്ലാ വേദനയും അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു. Amen. A man of God was saying that I took all the blow because he took all the blows for me in that cross. സ്തോത്രം. Amen. 4-ാമത്തെ കാര്യം, 25-ാമത്തെ വാക്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഭയുടെ ആത്മീയ വളർച്ചയാണ് വിഷയം. Amen. The church's growth is the topic and 4th point. നമ്മൾ വായിച്ച വാക്യം, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം അടുത്തത്, ദൈവ വചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. And he was saying that I was made a minister
so that I might fully carry out the preaching of the word of God. ഇനി ദൈവസഭ തന്നെ ആൻസർ പറഞ്ഞു. സഭയുടെ ശുശ്രൂഷകന്റെ ജോലി എന്താന്ന് ആ വാക്യത്തിനകത്തുണ്ട്. പറഞ്ഞു. So the answer for a minister towards a church we can see in this verse. ദൈവവചന ഘോഷണം നിവർത്തിക്കുക. I might fully carry out the preaching of the word of God. സ്തോത്രം. Hallelujah. ഇതാണ് പർപ്പസ്. എന്താ ഈ ദൈവവചന ഘോഷണം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? What is the meaning that fully carrying out the preaching of the word of God? Simple meaning, to preach all the truth to all the people. മനസ്സിലാവുന്നു? All the truth to all the people. Amen. Fully carrying out the preaching means preaching fully the truth to all the people. All the truth to all the people. Amen. Preaching all the truth to everyone, all the people. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞാൽ ഞാൻ സഭയുടെ ശുശ്രൂഷകനാണോ? അല്ല. Hallelujah. മനസ്സിലാവുന്നോ? Amen. സത്യസന്ധമായി Amen. എഴുതിയേക്കുന്ന കാര്യങ്ങൾ ജനത്തിന് പ്രസാദമല്ലെങ്കിലും അതുപോലെ പറയണം. അത് എഴുതി വെച്ചേക്കുന്നേ. ടു പ്രീച്ച് all the truth to all the people. Amen. So as a minister, I am not supposed to preach what you want to hear, but I need to preach all the truth to all the people. അവിടെ ആ പ്രീച്ചിങ് എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കിയേ, ഇറ്റാലിക്സിലാണ് എഴുതിയേക്കുന്നത്. പ്രീച്ചിങ് ഇറ്റാലിക്സ്. And we can see if it is an English Bible, it was represented in italics. എന്താ അങ്ങനെ എഴുതാൻ കാരണം? Do you know why it has been written in that? അത്ര സീരിയസ് ആണ് ആ ഒരു പദം. Because that much seriousness is for that word, preaching. നാലാമത്തെ കാര്യം, the scope of the ministry is preaching the word of God. Amen. Praise the Lord. ഞാൻ അല്പം നേരത്തെ നിർത്തേണ്ടതുകൊണ്ട് അടുത്ത ആഴ്ച ദൈവം ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അവസാനത്തെ 2 വാക്യം നോക്കി, പ്രീച്ചിങ്ങിൻ്റെ പർപ്പസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. Amen. Purpose of preaching is also represented here in the last verse, so that I can make everyone perfect. എന്താ എല്ലാവരെയും പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? How we can make complete or perfect everyone in Christ? ലളിതമായിട്ട് പറഞ്ഞാൽ എല്ലാവരെയും ആത്മീയരാക്കുക. In a simple term, we can say everyone should be spiritual. എല്ലാവരെയും ദൈവഭയത്തിലാക്കുക. Everyone should be under the fear of the Lord. എല്ലാവരും ആത്മനിറവിലാകുക. Everyone should be filled with the power of the Spirit. അവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ആകാനായിട്ട് പ്രബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. വാക്ക് കണ്ടോ? 2 പദം അവിടെ കണ്ടോ? We can see here very clearly 2 phrases: admonishing every man and teaching every man with all wisdom. ഇത് 2 നമ്മുടെ ചർച്ച വേണമെന്നല്ലേ എൻ്റെ അർത്ഥം? That means in our church these 2, admonishing and teaching, should be there. ഇതില്ലെങ്കിൽ ഒരുവൻ പോലും ക്രിസ്തു എന്ന തലയോളം വളരുകയില്ല. If these are lacking inside a church, then no one will be able to grow to the head of Christ. നമ്മൾ ഓർക്കുന്ന ഈ വലിയ ലൈറ്റും ഒക്കെ ബ്ലിങ്ക് ചെയ്ത് ജനത്തെ എല്ലാം ഉന്മാദത്തിലാക്കുന്നതാണ് ആത്മീയത എന്നല്ല. Never think ഒന്നുകൂടെ that. പറയാം, അല്ല. Hallelujah. ആത്മീയനാകുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരുവന്റെ അകത്ത് വചനം കയറി കഴിയുമ്പോൾ അവൻ കർത്താവിനെ പോലെ നടക്കാൻ തുടങ്ങും. അവൻ കർത്താവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അവന്റെ ജീവിതത്തെ ആത്മാവ് നിയന്ത്രിക്കും. അതിന്റെ പേര് ആത്മീയത. What is spirituality? Spirituality is not based on some external factors, but spirituality is, if you are truly born again inside, then your talk and your act and your all services will be reflected based upon that inside repentance. പിന്നെ കർത്താവ് കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. Then we will view or have some perspective towards any matter based on the perspective of God. പിന്നെ കർത്താവിന്റെ വചനം പ്രാധാന്യത കൊടുക്കുന്നതാണ് എൻ്റെ പ്രാധാന്യത. മനസ്സിലാവുന്നോ? Then whatever the word of God give importance, that will be my importance too. അതാ ട്രൂ സ്പിരിച്വാലിറ്റി. That is what it is, true spirituality. അതൊരുവന്റെ അകത്ത് നടക്കണമെങ്കിൽ ഉപദേശം വേണം. അതൊരുവന്റെ അടുത്ത് നടക്കണമെങ്കിൽ പ്രബോധനം വേണം. അതിനായിട്ട് സഭയുടെ
ശുശ്രൂഷകനായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. True, if we need to have a true spirituality, then inside a church there should be admonishing and there should be teaching. That is the purpose a man of God is appointed to lead a church. To preach all the truth to all the people. ഒരു മായവും കലർത്തരുത്, ഒരു ഭാഗവും കട്ട് ചെയ്യരുത്. അതിനെ എങ്ങനെ എഴുതി നൽകിയോ അതുപോലെ ദൈവസഭയോട് പറയുക. എന്നാൽ മാത്രമേ ഫുള്ളി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. So we need, a preacher should preach all the truth to all the people. Then only we will be able to preach the true word without any infiltration. 28ാമത്തെ വാക്യത്തിൽ എല്ലാ മനുഷ്യരോടും എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. We can see in verse 28, every man was repeated 3 times. കണ്ടോ, എല്ലാവരും പുസ്തകത്തിനകത്തുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ? ഏത് ചർച്ചിലും ഇതേ പാടുള്ളൂ എന്നല്ലേ എൻ്റെ അർത്ഥം? That means ഏത് മീറ്റിങ്ങിനും ദൈവവചന ശുശ്രൂഷയെ പാടുള്ളൂ എന്നല്ലേ എൻ്റെ അർത്ഥം? എല്ലാവരെയും ക്രിസ്തുവിനെ പോലെ ആക്കേണ്ടതിന് ദൈവം നൽകിയേക്കുന്ന ഉദ്യോഗം വചനത്തിൻ്റെ പ്രസംഗമാണെന്നല്ലേ അർത്ഥം? ഏത് മനുഷ്യനെയും അല്ലാതെ പന്തി അനുസരിച്ച് വിളമ്പരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. here we can see that every man was represented 3 times. That means we need to preach the truths. ഞാൻ ചില യോഗത്തിനൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പം സ്നേഹം കൊണ്ട് എന്നോട് പറയാറുണ്ട്, ഈ ഗ്രൂപ്പ് ഇങ്ങനത്തെ, അതുകൊണ്ട് ആ ടൈപ്പ് പ്രസംഗിച്ചാൽ ഇവരെല്ലാം കൂടിക്കോളും എന്നോട് പറയാറുണ്ട്. In many occasions, whenever we go to deliver a message, the people will advise me, this group is this type of group, so preach accordingly. ഞാൻ ഈ ദൈവസഭയെ സാക്ഷിയാക്കി പറയട്ടെ, ഒരു ചർച്ചിൽ പോലും ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. I never listened to that verse in wherever I went. ഞാൻ അതിനു വേണ്ടി ചിലപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, ആ തിരുവെഴുത്ത് നന്നായി പഠിക്കും. ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തോണം അവരെന്നാ മൈൻഡ് ചെയ്താലും ഞാൻ അത് തന്നെ പറയാം. അതുകൊണ്ട് ചില യോഗത്തിനൊക്കെ പോകുമ്പോൾ ഉച്ചയ്ക്ക് ആരും എന്നെ കഴിക്കാൻ വിളിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. So I take fasting and praying in order to preach the truth. And several occasions I was even being neglected having a lunch in their houses. അത് ചുമ്മാ പറഞ്ഞല്ല, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. I experienced. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്ത് നോക്കും, അതുകൊണ്ട് ഞാൻ പറയാത്തെ. I experienced whenever I visited several church, I was even neglected meals inside certain houses. ഇനി നമ്മുടെ സഭ അങ്ങനെ ആകണേൽ എന്നാ ചെയ്യണമെന്നുള്ളതാണ് 29ാമത്തെ വാക്യം. നിർത്തി. What do we need to do as a local church? That is what in verse 29. ഈ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഈ അഡ്മോണിഷിങ്ങും എല്ലാം ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ പോരാടിയുള്ള പ്രാർത്ഥന ദൈവസഭയിലുണ്ടാകണം. If the preaching, admonishing and the teaching should be truthful, then what is needed? A prayer, striving according to his power, and in prayer is needed. എന്താ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? What is laboring in prayer? പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ലൂക്ക് 24 എൻ്റെ ഓർമ്മ. ലൂക്ക് 22 കർത്താവിൻ്റെ ആ ഗത്സമന പ്രാർത്ഥനയ്ക്കകത്ത് യേശു കർത്താവ് പ്രാണവേദനയിലായെന്നൊരു വാക്യമില്ലേ? പ്രാണവേദന. ആ വാക്കിൻ്റെ അർത്ഥമാണ് പോരാടി പ്രാർത്ഥിക്കുക. Amen. We can see the laboring in prayer means being agonized to death when Lord Jesus prayed the prayer in Gethsemane. ആ പ്രാണവേദനയിലാകുക എന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ചു പൊട്ടി ഒഴുകുക അല്ലേ? His sweats were like blood droplets. It was dropping like blood. He was agonized till to the death. ഇനി നമ്മുടെ സഭ ഇതുപോലെ ആകണമെങ്കിൽ, ഏതാ കൊലോസിയ സഭയ്ക്ക് എഴുതിയതുപോലെ ആകണമെങ്കിൽ പ്രസംഗം നല്ലതായിട്ട് നടക്കുന്നുണ്ട്, പ്രബോധനം നടക്കുന്നുണ്ട്, ഉപദേശം നടക്കുന്നുണ്ട്. പക്ഷെ അത് ഫലവത്തായി തീരാൻ നാം എല്ലാവരും വേദനയോടെ, ഒരു അത്ലറ്റ് ഫൈനൽ റൗണ്ട് ഓടി തീർക്കാൻ എത്രയും ശ്രമം നടത്തുന്നത് പോലെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുക. In order to fulfill, we are getting enough admonishing and teaching from the word of God. But in order to see a fruitfulness to that hard work, we all need to start pray very earnestly. അത് നടക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, Amen. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. We are unable to labor in prayer by our own strength, but we need his power in order to labor in prayer and striving hard. Amen. Amen. Thank you. ഒന്ന് എഴുന്നേറ്റിരിക്കാമോ?